നമസ്കാരം. ആഗ്രഹ സഫലീകരണത്തിനുള്ള പുഷ്പാഞ്ജലി വഴിപാട് ഭദ്രകാളി ദേവിയുടെ, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. തുടർച്ചയായി 3 വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയുടെ അമ്പലത്തിൽ ഇത് ചെയ്യൂ. വിചാരിച്ച കാര്യം നടന്നു കിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഈ വഴിപാട് നേർന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായ 3 വെള്ളിയാഴ്ച അടുപ്പിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യത്തെ വെള്ളിയാഴ്ച ഈ വഴിപാടൊക്കെ നമ്മൾ ചെയ്യുന്നതിന് തലേ ദിവസം നമ്മൾ വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ്. തലേദിവസം ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറച്ചി മാംസാഹാരമൊക്കെ ഒഴിവാക്കി ഒരു വ്രതം അനുഷ്ഠിക്കുന്ന രീതിയിൽ തന്നെ വേണം പിറ്റേ ദിവസം പോയിട്ട് ഈ വഴിപാട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ വെള്ളിയാഴ്ച എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യേണ്ടത് കാളി സൂക്ത പുഷ്പാഞ്ജലി. എന്നിട്ട് ആ നടയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന മന്ത്രം നിങ്ങളങ്ങ് ചൊല്ലണം കേട്ടോ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത്രയുമാണ് നിങ്ങൾ ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യേണ്ടത്. അടുത്തത് രണ്ടാമത്തെ വെള്ളിയാഴ്ച ചെയ്യേണ്ടത്. രണ്ടാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ അമ്പലത്തിൽ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ, ഭദ്രകാളി പ്രതിഷ്ഠയുള്ള മഹാകാളി ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ കുറച്ച് നാണയം ഒരു കിഴിയാക്കിയിട്ട് അത് ദേവിക്ക് സമർപ്പിക്കുക. ഒരു വെള്ള തുണിയിലോ ഒരു കിഴി 1 രൂപ നാണയങ്ങളാണെങ്കിലും മതി. അതൊരു കിഴിയായിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കുന്നത്. ഒപ്പം ത്രിശതി അർച്ചനയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു കടും പായസവും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ഈ 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയെന്ന് വരാം. എങ്കിലും നിങ്ങൾ ഈ 3 ആഴ്ചയും ഇത് പൂർത്തിയായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ട് ഈ വഴിപാട് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നടന്നു കിട്ടും. അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാണ്. നിങ്ങളും ഈ വഴിപാട് ചെയ്ത് പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കൊടുക്കണേ. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി. ഓം നമഃ ശിവായ.